ഗൈസ് എല്ലാവർക്കും അഡോൺസ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മുടെ ഡയലർ ബട്ടൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ ഡയൽ ബട്ടൺ എടുത്ത് നമ്മൾ ഞെക്കി നമ്മൾ ഒരാളെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച്, അപ്പോൾ നമ്മൾ എന്നിട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ബട്ടണിൽ തന്നെ നമ്മൾ ഞെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ വിളിക്കാവുന്നതാണ്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇനി നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് തുടങ്ങുന്നതാണ്. അപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ പിൻ ചെയ്യാനാണ്. കാര്യം നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ ജസ്റ്റ് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുമെന്ന് വിചാരിച്ചു, നമുക്ക് അയാൾ നമ്മുടെ നമുക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി നമ്മുടെ നിന്ന് മേടിച്ച് നമുക്ക് വേറെ നമ്മുടെ ഗ്യാലറിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും തുറക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ജസ്റ്റ് സ്ക്രീൻ പിൻ ചെയ്ത് കൊടുക്കാം. സ്ക്രീൻ പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ ഡയലർ എടുത്തിട്ട് നമ്മളത് ഇതെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ താഴെ കണ്ടോ പിൻ ദിസ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം പിൻ ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ച് പറയുന്നുണ്ട്, നമ്മൾ ഈ 2 കീസ് നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം കുറച്ച് സെക്കൻഡ്സിലേക്ക്. അപ്പോൾ ആ 2 കീസ് നമ്മൾ സെക്കൻഡ്സിലേക്ക് പിടിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ അത് അൺപിൻ ആകത്തുള്ളൂ. അത് നമ്മൾ എന്നിട്ട് വിളിക്കേണ്ടവരെല്ലാം വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഒന്നും നടക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്താൽ നമുക്ക് ബാക്ക് പോകത്തില്ല. ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഈ കാര്യം അറിഞ്ഞാൽ തന്നെ അവർക്ക് നിങ്ങളുടെ പാറ്റേൺ അടിക്കാതെ നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതൊരു കൂൾ ഫീച്ചറാണ്. അത് മിക്ക ഫോണിനകത്തും ഉണ്ട്. അത് അതിൻ്റെ സെറ്റിങ്സിൽ പോയി നമ്മളത് എനേബിൾ ചെയ്യണം. അത് സാംസങ്ങിനകത്ത് നിന്ന് നമുക്ക് പറയുന്നത് പിൻ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ് കിടക്കുന്നത്, സാംസങ് ഫോണിനകത്ത്. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പിൻ വിൻഡോസ് എന്ന ഓപ്ഷനകത്ത് ഇത് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത് വരും. പിന്നെ നമുക്ക് വേറെ നോഡുണ്ട്, അത് പിൻ വിൻഡോസ് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ആസ്ക് പാറ്റേൺ ബിഫോർ അൺപിന്നിങ് എന്ന് പറഞ്ഞ് അത് എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അൺപിൻ ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിലേക്ക് പോകും. പിന്നെ അവിടുന്ന് നമ്മൾ പാറ്റേൺ അടിക്കാതെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് ടിപ്പ്. അപ്പം അടുത്ത നമ്മുടെ തേർഡ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഫോൺ നമ്മൾ കാണാൻ പോയെന്ന് വിചാരിച്ചു, നമ്മുടെ ഫോൺ നമ്മൾ എവിടെ വെച്ച് മറന്നുപോയി. അപ്പം നമ്മുടെ ഫോൺ നമ്മളൊരു കടയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് നമ്മൾ വെച്ച് നമ്മുടെ ഫോൺ മറന്നു. അപ്പം കടക്കാരൻ നിങ്ങൾക്ക് ഫോൺ തിരിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നോക്കി, അപ്പോൾ ഫോൺ ലോക്ക്ഡാണ്. അപ്പം നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാം. അതിന് നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നേരെ നമ്മളിവിടെ സെർച്ച് ചെയ്യുക കോൺടാക്റ്റ് ഇൻഫർമേഷൻ. സാംസങ്ങിനകത്ത് അത് കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് കിടക്കുന്നത്, പല ഫോണിനകത്തും പല ഇതായിരിക്കും കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ സാംസങ്ങിൻ്റെ നോക്കാം. കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ കയറുമ്പോൾ ഇവിടെ കണ്ടോ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇഫ് ഫൗണ്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക. ആ നമ്പറാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ നമ്പർ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, ഡൺ അടിക്കുക. നമ്മൾ എന്നിട്ട് നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓണാക്കുമ്പം നിങ്ങൾക്ക് കാണാവുന്നതായിരുന്നു ഇഫ് ഫൗണ്ട്. ആ നമ്പർ അവിടെ മേളിൽ കിടപ്പുണ്ട്, കണ്ടോ ആ നമ്പർ അവിടെ കിടപ്പുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ തേർഡ് ട്രിക്ക്. നമ്മുടെ ഇനി ഫോർത്ത് ട്രിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡെന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ പറയുന്ന എല്ലാ ഫോണിനകത്തും ഡു നോട്ട് ഡിസ്റ്റർബ് മോഡുണ്ട്. സാംസങ്ങിനകത്താണ് നമുക്കറിയാം, നമ്മുടെ പല ഫോൺ കമ്പനീസ് പല പേരുകളാണോ അവരുടെ ഈ ഓരോ ആപ്സിനും ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ്റെ സാധനങ്ങളിനകത്ത് എല്ലാം ഇടുന്നത്. അപ്പോൾ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡെന്ന് പറയുന്നത് ഒരു ക്ലെവർ ഫീച്ചറാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും മീറ്റിങ്സിലോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് മെസ്സേജിങ്ങോ കോണ്ടാക്ട്സോ നോട്ടിഫിക്കേഷൻസോ ഒന്നും വരാൻ പാടില്ല. അത് നോട്ടിഫിക്കേഷൻസ് വരാം, പക്ഷേ അത് നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എനേബിൾ ചെയ്യാം. നമുക്കത് നമുക്ക് വേണ്ടി തന്നെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഷെഡ്യൂൾഡായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്കത് ചെയ്യാം. ഓരോ
എല്ലാ ദിവസവും നമുക്കൊരു സമയം അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാ നോട്ടിഫിക്കേഷനും ഒന്നെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നോട്ടിഫിക്കേഷൻസ് മാത്രമായിട്ട് നമുക്ക് എനേബിൾ ചെയ്യാം. അതായിരുന്നു നമ്മുടെ 4th ട്രിക്ക്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് മോഡാണ്. ഡാർക്ക് മോഡ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഉണ്ടോ, ഇതിപ്പം ഈ ഡാർക്ക് മോഡ് എന്ന് പറയുന്ന സാധനം എല്ലാം ഇപ്പം ഉള്ള ഫോണിനകത്ത് എല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷേ ഡാർക്ക് മോഡ് ഈ നമ്മുടെ LCDs അല്ലാത്ത ഫോണുകൾക്കുണ്ടല്ലോ, ഈ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ഫോണുകൾക്കെല്ലാം സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. മിഡ് റേഞ്ച്, ലോ ബഡ്ജറ്റ് എല്ലാ ഫോണുകൾക്കും നമുക്ക് സൂപ്പർ ആമോലെഡ് നല്ല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേസിനകത്തുള്ളതിനകത്ത് നിങ്ങൾക്ക് ഈ ഡാർക്ക് മോഡ് ഉള്ള നമുക്ക് കിട്ടും. അപ്പോൾ ഡാർക്ക് മോഡ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേക്കകത്ത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് നിർത്തും. കാരണം ഇപ്പം നമ്മൾ ഡാർക്ക് മോഡ് ഓഫ് ചെയ്തെന്ന് വിചാരിച്ചു, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ഫോണിനകത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ ഡാർക്ക് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് നമുക്ക് ലാഭിക്കാം. നമുക്കിപ്പം തന്നെ ഇപ്പം 12% മാത്രമേ ഉള്ളൂ ചാർജ്. നമുക്ക് ഈ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാം. നമ്മുടെ ബാറ്ററി നമുക്ക് കൂടുതൽ ലാഭിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ 10% വരെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് കിട്ടും. അപ്പം ഇതായിരുന്നു നമ്മുടെ 5 ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫോണുകളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ഇനിയും കാണണം, സെക്കൻഡ് പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് അടുത്ത പാർട്ട് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഹോം സ്ക്രീനിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റിങ്സിൽ ഏതെങ്കിലും പുതിയ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.